അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ ഇന്നലെ അവസാനിച്ചത് മഹേന്ദ്രൻ സാറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഫോണ് ജോലിക്കാരന് കൊടുത്ത് ഫാമിലി ഫോട്ടോയ്ക്ക് വേണ്ടി സിദ്ധുവും കൂടെ അതിൽ ചേരുന്നു. അവൻ നേരെ ചെന്ന് ചന്ദ്രികയുടെ അടുത്ത് നിൽക്കുന്നു. അത് കാണുമ്പോൾ ജാനകി അമ്മ മനസ്സിൽ വിചാരിക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും സിദ്ധു ചന്ദ്രികയുടെ അടുത്ത് ഭാര്യാഭർത്താക്കന്മാരെ പോലെ നിൽക്കുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഫോട്ടോ എടുത്തു. അതിനുശേഷം സിദ്ധു ജോലിക്കാരൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് എല്ലാവരോടും ചോദിക്കുന്നു, അങ്കിളെ നല്ലൊരു സെൽഫി എടുത്താലോ? പിന്നെന്താ. അവനും ഭംഗിയായിട്ട് ഫോണിൽ ഒരു സെൽഫി എടുക്കുന്നു. അതിനുശേഷം മേഘ തൻ്റെ ഫോൺ കൊണ്ടുവന്നിട്ട്, അച്ഛാ ഞാനും പ്രിയയും നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കട്ടെ? അതിനെന്താ മോളെ എന്നും പറഞ്ഞ് അവരും ഒരു ഫോട്ടോ എടുത്തു. ആരതി ഫോട്ടോ എടുത്തു കൊടുത്തു. എവിടെ നോക്കട്ടെ, മേഘ ഫോൺ വാങ്ങി എല്ലാവരും കൂടി ഫോട്ടോ ആസ്വദിച്ചു. അതിനുശേഷം ലക്ഷ്മി അമ്മ പറഞ്ഞു, ഏട്ടാ നമുക്ക് ചന്ദ്രികയുടെ കൂടെ ചേർന്നൊരു ഫോട്ടോ എടുത്താലോ? അപ്പോൾ മഹേന്ദ്ര സാർ, അതിനെന്താ പിന്നെന്താ, വാ ചന്ദ്രിക മോളെ വാ എടുക്കാലോ. അങ്ങനെ ചന്ദ്രികയും മരുമോളെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അത് കണ്ട് മേഘയുടെ മുഖം മാറി. മുത്തശ്ശിയും മേഘയും മുഖാമുഖം നോക്കി. മുത്തശ്ശി എന്നിട്ട് പതിയെ മേഘയോട് പറഞ്ഞു, കണ്ടില്ലേ, നീ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും ഒപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചു. അതേസമയം അവരോ ചന്ദ്രികയ്ക്കും മലരിനും ഒപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നേ? ചന്ദ്രികയോടും മലരിനോടും ലക്ഷ്മിക്കും മഹേന്ദ്രനും എന്തോ ഒരു പ്രത്യേക സ്നേഹമുള്ളതായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ മേഘ അങ്ങോട്ടേക്ക് നോക്കി. അവൾക്ക് ഭയം വന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഈ സ്നേഹം ഓവറാകുന്നതിന് മുൻപ് നീ മുളയോടെ നുള്ളിക്കളയണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അവരുടെ ആ സെൽഫി എടുക്കലും ഫോട്ടോ നോക്കി ചിരിക്കലൊക്കെ കണ്ട് മേഘയ്ക്ക് ഉള്ളിൽ ആദ്യമായി. പിന്നെ കാണിക്കുന്നത് സോഫയിലിരുന്ന് സംസാരിക്കുന്ന മഹേന്ദ്രൻ സാറിനെയും ലക്ഷ്മി അമ്മയുമാണ്. അതിൻ്റെ കുറച്ച് അടുത്തായി നിന്ന് മേഘയും മുത്തശ്ശിയും അതും സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് മുത്തശ്ശി മഹേന്ദ്രൻ സാറിനെയും ലക്ഷ്മി അമ്മയും നോക്കി. എന്നിട്ട് മേഘയോട് പറഞ്ഞു, മേഘ. എന്താ മുത്തശ്ശി? നീ അങ്ങോട്ട് നോക്ക്. അപ്പോൾ മേഘ അങ്ങോട്ടേക്ക് നോക്കി അവർ സംസാരിക്കുന്നത്. മുത്തശ്ശി പിന്നെയും പറഞ്ഞു, മഹേന്ദ്രനും ലക്ഷ്മിയും നല്ല മൂഡിലാണ്. ഇതാണ് ശരിയായ സമയം. ഇപ്പോൾ ചെന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പണം ചോദിക്ക്. പോ. ശരി മുത്തശ്ശി. മേഘ അതും പറഞ്ഞ് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി. അവൾ വിളിച്ചു, അച്ഛാ എന്താ മോളെ പറയ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ വർഷവും നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എന്ത് ചോദിച്ചാലും തരാറില്ലേ? അതുപോലെ ഞാൻ ഈ വർഷവും ചോദിക്കും. അച്ഛന് ഉറപ്പായിട്ടും തരണം. അപ്പോൾ എന്താണെന്നറിയാതെ മഹേന്ദ്രനും ലക്ഷ്മിയും പരസ്പരം നോക്കി. മേഘ പിന്നെയും പറഞ്ഞു, ഞാൻ പുതിയതായി ഒന്നും ചോദിക്കുന്നില്ല, ഓൾറെഡി ചോദിച്ചതാ. ഫാഷൻ ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ? അതിനുള്ള സ്ഥലമൊക്കെ നോക്കി. കമ്പനിയുടെ പേരൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒരു കോടി രൂപ തന്നാലേ ജോലിയൊക്കെ തുടങ്ങാൻ പറ്റൂ. മഹേന്ദ്രൻ സാറിൻ്റെയും ലക്ഷ്മി അമ്മയുടെയും മുഖമാകെ മാറി. മേഘ അച്ഛൻ്റെ മറുപടി കാത്ത് പ്രതീക്ഷയോടെ നിന്നു. അപ്പോൾ മഹേന്ദ്രൻ സാർ പറഞ്ഞു, മേഘ നീ എന്തിനാ മോളെ ഇങ്ങനെ തിടുക്കം കാണിക്കുന്നത്? നിനക്ക് ഉടൻ തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ? ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ മേഘ സങ്കടത്തോടെ ലക്ഷ്മി അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ അമ്മ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയല്ലേ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് കരുതുന്നത്. എന്താ അച്ഛനത് മനസ്സിലാക്കാത്തത്? മറുപടി നെഗറ്റീവായപ്പോൾ ദൂരെ നിന്നിരുന്ന മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, നീ കുറച്ച് തിടുക്കമല്ലേ എന്ന് അച്ഛൻ ആലോചിക്കുമായിരുന്നു മേഘ. അങ്ങനെയൊന്നും അല്ല അമ്മേ, പ്ലീസ് നാളെ എനിക്ക് 1 കോടി രൂപ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ഏർപ്പാടാക്കാമേ. മേഘയുടെ പുറകിൽ വന്നിരുന്ന മുത്തശ്ശി, മഹേന്ദ്ര നിങ്ങളുടെ വിവാഹ വാർഷികമായിട്ട് മേഘ ചോദിക്കുന്നത് ഇല്ലെന്ന് പറയരുത്. എല്ലാ വർഷവും ഇവൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവൾ ചോദിക്കുന്നത് കൊടുക്ക്. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന സ്വത്തെല്ലാം ഇവൾക്കുള്ളതല്ലേ? അപ്പോൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് ഇഷ്ടക്കേടോടെ ലക്ഷ്മി അമ്മയും മഹേന്ദ്രനെ നോക്കി. മുത്തശ്ശി പിന്നെയും പറഞ്ഞു, ഇവൾക്ക് കൊടുക്കാൻ ഇത്ര ആലോചിക്കുന്നത് എന്തിനാ? മേഘയാകട്ടെ അവരുടെ മറുപടിക്ക് വേണ്ടി പ്രതീക്ഷയോടെ നിന്നു. ലക്ഷ്മി പെട്ടെന്ന് തന്നെ പറഞ്ഞു, അമ്മായി ഈ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. മേഘ
ഭക്ഷണമൊക്കെ റെഡിയായിട്ടുണ്ട്, എല്ലാവരോടും കഴിക്കാൻ പോകാൻ പറയും. നീയും വേറെ എന്തെങ്കിലും ജോലി നോക്ക്. മേഘ ഇഷ്ടത്തോടെ തലയാട്ടി അവിടെ നിന്ന് പോയി. മേഘയ്ക്ക് പിന്നാലെ മുത്തശ്ശിയും. അവർ പോയപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട്, ലക്ഷ്മി, മേഘ നാളെ തന്നെ 1 കോടി വേണമെന്ന് പറയുന്നേ. ഒരു മുൻപരിചയവും ഇല്ലാതെ ബിസിനസ് ചെയ്യാമെന്ന്. എനിക്കെന്തോ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇതെങ്ങനെ തടയണമെന്നും അറിയില്ല. അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, അതേ ഏട്ടാ, മേഘയോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ മനസ്സിലാക്കില്ല. കുട്ടിക്കാലം മുതലേ അവൾ അങ്ങനെ തന്നെയല്ലേ, എല്ലാത്തിലും പിടിവാശി കാണിക്കും. ചെറിയ എമൗണ്ട് ആണെങ്കിൽ സാരമില്ലായിരുന്നു, 3 കോടി രൂപയുടെ പ്രൊജക്റ്റ് എന്നാണ് പറയുന്നേ. അറിയാത്ത ബിസിനസ്സിൽ എങ്ങനെയാണ് ഈ 3 കോടി രൂപ ചിലവാക്കുന്നേ? അത് മൊത്തത്തിൽ പോയാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അതാ എനിക്ക് പേടിയാകുന്നേ ഏട്ടാ. അപ്പോൾ മഹേന്ദ്രൻ സാറ് പറഞ്ഞു, ഇനിയും നമ്മൾ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല ലക്ഷ്മി. എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. എന്ത് സത്യം? മേഘ നമ്മുടെ മകളിൽ എന്ന കാര്യം അവളോട് പറഞ്ഞേ തീരൂ. അപ്പോൾ തെല്ലി വ്യഗ്രതയോടെ ലക്ഷ്മി അമ്മ ചോദിച്ചു, എന്താ ഏട്ടാ ഈ പറയുന്നേ? അപ്പോൾ മഹേന്ദ്രൻ സാറ്, അതേ ലക്ഷ്മി, അവളോട് പറഞ്ഞേ തീരൂ. ഇനിയും എന്നോട് പണം ചോദിക്കുന്നത് നിർത്തിയേ പറ്റൂ. ആദ്യം മേഘയ്ക്ക് അവൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷമേ അവളൊരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിക്കൂ. ചെറിയമ്മ പോലും ഈ സ്വത്ത് മുഴുവൻ നിനക്കാണെന്ന് പറഞ്ഞ് അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് അവൾ നമ്മുടെ അവകാശിയല്ലെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഈ സ്വത്ത് അവൾക്ക് മാത്രമല്ലെന്ന് അവൾ മനസ്സിലാക്കൂ. അങ്ങനെ അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായി നമ്മളോട് പൈസ ചോദിക്കില്ല. അപ്പോൾ സങ്കടത്തോടെ ലക്ഷ്മിയമ്മ ചോദിച്ചു, മേഘ നമ്മുടെ മോളിലെന്ന കാര്യം പറഞ്ഞേ പറ്റുള്ളൂ? പറഞ്ഞേ മതിയാകൂ ലക്ഷ്മി. അങ്ങനെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പണം ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടും. അവൾ ആരാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എനിക്കെന്തോ നല്ല വിഷമം തോന്നുന്നു. സത്യം അറിഞ്ഞാൽ അവൾ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുമോ? അപ്പോൾ മഹേന്ദ്രൻ സാർ, മേഘ എന്താ ചെറിയ കുട്ടിയാണോ? പറയേണ്ടതുപോലെ പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും. അപ്പോൾ ലക്ഷ്മി അമ്മയും പറഞ്ഞു, ശരിയേട്ടാ, ഫംഗ്ഷൻ കഴിയട്ടെ. ഇന്ന് രാത്രി അവൾ തനിച്ചിരിക്കുന്ന സമയം നോക്കി നമുക്ക് അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. ശരി, ആയിക്കോട്ടെ ലക്ഷ്മി. പിന്നെ കാണിക്കുന്നത് അവരുടെ അടുത്തേക്ക് വന്നിരുന്ന മുത്തശ്ശനെയാണ്. മഹേന്ദ്രൻ സാറ് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛനോടൊരു ഒപ്പീനിയൻ ചോദിക്കണം. എന്താ മഹേന്ദ്ര? മേഘയ്ക്ക് ഒറ്റയ്ക്കൊരു ഫാഷൻ ഡിസൈനിങ് കമ്പനി തുടങ്ങണമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താ അച്ഛൻ്റെ അഭിപ്രായം? അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവൾക്ക് മുൻപരിചയം എന്നൊന്ന് ഉണ്ടാവണ്ടേ? യാതൊരു മുൻപരിചയവും ഇല്ലാതെ ബിസിനസ് തുടങ്ങുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തേക്ക് യാതൊരു റിസ്ക്കും എടുക്കണ്ട മോനെ. ശരി അച്ഛാ, ഞങ്ങളും അത് തന്നെ ചിന്തിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നതാണ്. സിദ്ധു സിറ്റൗട്ടിൽ തന്നെയുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുന്നത് മനീഷായിരുന്നു. അതും ഒരു ഗിഫ്റ്റ് ബോക്സൊക്കെ കയ്യിൽ പിടിച്ച്. സിദ്ധുവിനെ കണ്ടതും മനീഷ്, ഹായ് സർ. ഹലോ മനീഷ്. സിദ്ധു വാച്ച് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാലോ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. സാറ് വിളിച്ചിട്ട് പിന്നെ ഞാൻ മിസ് ചെയ്യൂ സർ. ശരി വാ, ചെരുപ്പ് അവിടെ ഇട്ടേക്ക്. സിദ്ധു മനീഷിനെയും കൊണ്ട് മഹേന്ദ്രൻ സാറിൻ്റെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് മനീഷിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്കിൾ, ഇതാണ് മനീഷ്, നമ്മുടെ കമ്പനിയിൽ പുതിയതായി സെയിൽസ് മാനേജറായി ജോലി നോക്കുന്നു. അപ്പോൾ മനീഷ് അവരോട് നമസ്കാരം പറഞ്ഞു. മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മ എഴുന്നേറ്റ് നിന്ന്, ഓ വരൂ, കയറിയിരിക്കൂ. അപ്പോൾ സിദ്ധു പറഞ്ഞു, പിന്നെ അങ്കിളിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് വിഷ് ചെയ്യാൻ വന്നതാ. വിഷ് ചെയ്തോളൂ. അപ്പോൾ മനീഷ് മഹേന്ദ്രൻ സാറിനെ ലക്ഷ്മി അമ്മയും വിഷ് ചെയ്തു. സിദ്ധു അടുത്തിരിക്കുന്ന മുത്തശ്ശനെയും പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ മഹേന്ദ്ര സാർ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. ഉറപ്പായും സർ. മഹേന്ദ്ര സാർ സിദ്ധുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇരുന്ന് സംസാരിക്കുക സിദ്ധു, ഞങ്ങളിപ്പോൾ വരാം. അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോയപ്പോൾ സിദ്ധു മനീഷിനെ അവിടെ ഇരുത്തി സംസാരിക്കാൻ തുടങ്ങി. അവരൊരുപാട് സംസാരിച്ചു. പെട്ടെന്ന് സംസാരത്തിനിടയിൽ മേഘ അങ്ങോട്ടേക്ക് പാസ് ചെയ്തു പോകുന്നത് സിദ്ധു കണ്ടു. അവൻ, മേഘ, ദേ നോക്ക് ആരാ വന്നിരിക്കുന്നതെന്ന്. മനീഷിനെ കണ്ടതും അപ്പോൾ തന്നെ മേഘ മനസ്സിലോർത്തു, ഇവനെന്താ ഇങ്ങോട്ട് വന്നേ? ഇവനെ ഓഫീസിൽ കയറ്റിയതേ തെറ്റ്, ഇപ്പോൾ വീട്ടിലേക്കും വന്നിരിക്കുക. അവൾ അവിടെ തന്നെ നിന്ന് ആലോചിക്കുമ്പോൾ സിദ്ധു പറഞ്ഞു, എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വാ വാ, കം കം, വാ മേഘ. അപ്പോൾ അവൾ മനസ്സില്ല മനസ്സോടെ അങ്ങോട്ടേക്ക് വന്നു. അവൾ ഹായ് മനീഷ് എന്ന് പറഞ്ഞു. ഹായ് മേഘ. അപ്പോൾ സിദ്ധു, ചെന്ന് മനീഷിന് എന്തെങ്കിലും ജ്യൂസ് എടുത്ത് കൊണ്ടുപോവാ. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ, ഒരു സെക്കൻഡ്, കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്, ഞാനിപ്പോൾ വരാമേ.
2 മിനിറ്റ്സ് എന്ന് മനീഷിനോട് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. മേഘ അപ്പോൾ മനീഷിനെ ഇഷ്ടക്കെട്ടോട് നോക്കി. മനീഷ് തിരിച്ച് വാശിയോടെയും. അവൾ പെട്ടെന്ന് കുടിക്കാനെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രിയമോളും മലരുമോളും വന്നു. പ്രിയയെ കണ്ടപ്പോൾ മനീഷ്, ഹേയ് പ്രിയ. ഹായ് അങ്കിൾ. അവൻ പ്രിയയുടെ അടുത്ത് പോയിട്ട്, ഹേയ് പ്രിയ, നിനക്ക് ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് നോക്കിയേ. അവൻ പോക്കറ്റിൽ നിന്ന് ഒരുപാട് ചോക്ലേറ്റ്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അതൊക്കെ മേഘ അടുക്കളയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പ്രിയ ആകട്ടെ അങ്കിളിന് മലരിനെയും പരിചയപ്പെടുത്തി കൊടുത്തു. അങ്കിൾ, ഇതാണ് എൻ്റെ ഫ്രണ്ട് മലര്. അവൻ മലരിനോടും ഹായ് പറഞ്ഞ് അവൾക്കും കുറച്ച് ചോക്ലേറ്റ് എടുത്തു കൊടുത്തു. താങ്ക് യു അങ്കിൾ. മേഘ കുടിക്കാനെടുത്ത് അങ്ങോട്ടേക്ക് വന്നു. മനീഷ്, ഇതാ കൂൾ ഡ്രിങ്ക്സ്. താങ്ക് യു മേഘ. മേഘ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മോളിൽ പോയി കളിക്ക്. ശരിയാ അമ്മേ. അവർ രണ്ടുപേരും മുകളിലേക്ക് ഓടി. അപ്പോൾ ദേഷ്യത്തോടെ മേഘ മനീഷിനോട് ചോദിച്ചു, നീ എന്തിനാ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നത്? സിദ്ധു സാറ് വിളിച്ചിട്ട് വന്നതാ. അദ്ദേഹം എൻ്റെ ബോസല്ലേ. അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ വരാതിരുന്ന അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കില്ലേ? അപ്പോൾ അവൾ, ശരി, വന്നു, കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു, ഇനി പോവാലോ. എന്നെക്കുറിച്ച് ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നെ അറിയുന്നത് പോലെ ആരുടെ മുന്നിലും കാണിക്കുകയരുത്. ശരി, അതൊക്കെ വിട്. നിൻ്റെ ഹസ്ബൻഡിനെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമോ? പെട്ടെന്ന് അത് കേട്ട് മേഘ ഒന്ന് അന്താളിച്ചു പോയി. അപ്പോൾ അത് കണ്ടിട്ടെന്നോണം മനീഷ് പിന്നെയും, എന്താ മേഘ, ഞാൻ ആവശ്യമില്ലാത്തതൊന്നും ചോദിച്ചില്ലല്ലോ. നിൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്താനല്ലേ പറഞ്ഞത്? അതിനെന്തിനാ ഇത്ര ഷോക്കാവുന്നേ? ദേ നോക്ക്, നിന്നോട് ഞാൻ അന്നേ വ്യക്തമായിട്ട് പറഞ്ഞതാ, എന്നെക്കുറിച്ചോ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചോ ഒന്നും ചോദിക്കരുതെന്ന്. വീണ്ടും വീണ്ടും എൻ്റെ ഹസ്ബൻഡിനെ പറ്റി തന്നെ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനീഷ്, അപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഇല്ലേ മേഘ? പുറത്തു പോയിരിക്കുകയാണോ? അപ്പോൾ മേഘ ദേഷ്യത്തോടെ, ദേ നോക്ക്, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് നീ ഒന്നും ചോദിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് അറിയേണ്ട യാതൊരു കാര്യവും നിനക്കില്ല. ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. അവൾ അതും പറഞ്ഞ് അവിടുന്ന് വേഗത്തിൽ നടന്നു പോയി. അപ്പോൾ മനീഷ് മനസ്സിലോർത്തു, എന്നോട് ഭർത്താവ് ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു, മറ്റുള്ളവരോട് ഭർത്താവ് മരിച്ചുപോയി എന്നും പറഞ്ഞു. ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവളെന്തോ വലിയൊരു രഹസ്യം എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. അതുകൊണ്ടാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്. എത്ര നാൾ ഇവൾക്കിതിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? ഒരു ദിവസം ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. അവൻ ദൃഢനിശ്ചയത്തോടെ നിന്നു. പിന്നെ കാണിക്കുന്നത് രാത്രി മുകളിൽ നിലയുള്ള മട്ടുപ്പാവിൽ നിൽക്കുന്ന മഹേന്ദ്രൻ സാറിനെയാണ്. അദ്ദേഹം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആലോചനയിൽ സ്വയം ചിരിക്കുകയും സ്വയം സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മി പുറകിൽ വന്ന് ചോദിച്ചു, എന്താ ഏട്ടാ, ഇതെന്താ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നു? അപ്പോൾ തെല്ല് പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല ലക്ഷ്മി, നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അവളും പറഞ്ഞു, നമ്മുടെ കല്യാണം ഇന്നലെ നടന്നതുപോലെ തോന്നുക. പക്ഷേ 27 വർഷം പോയതേ അറിഞ്ഞില്ല. എന്നാൽ ഇത്ര വർഷം ഏട്ടൻ്റെ സ്നേഹം മാത്രം കുറഞ്ഞതേയില്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഏട്ടൻ എന്നെ സന്തോഷത്തോടെ നോക്കുന്നത്. എനിക്ക് കിട്ടിയ ഈ ജീവിതം ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടിക്കാണില്ല. രണ്ടുപേരുടെയും കണ്ണുകൾ നനഞ്ഞു. ലക്ഷ്മി അമ്മ പിന്നെയും തുടർന്നു, ഒരു നല്ല പങ്കാളിയെ കിട്ടണമെങ്കിൽ അവൾ മുൻജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തിരിക്കണം. മഹേന്ദ്ര സാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലക്ഷ്മി പിന്നെയും പറഞ്ഞു, ഞാൻ മുൻജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൾ ചോദിച്ചു, ഏട്ടാ എന്താ ആലോചിക്കുന്നേ? രാവിലെ നിന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. മേഘയുടെ കാര്യമാണോ? അതേ ലക്ഷ്മി, മേഘയോട് അവൾ സ്വന്തം മകളിലെന്ന കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. എന്നായാലും ആ സത്യം പറഞ്ഞല്ലേ മതിയാകൂ. അതിന്ന് തന്നെ പറയാം. വേണ്ട ഏട്ടാ, അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഇത്രയും നാൾ നമ്മളാ അച്ഛനും അമ്മയും എന്ന് അവൾ വിചാരിച്ചിരുന്നത്. നമ്മളാ ലോകമെന്ന് വിചാരിച്ച് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവളല്ലേ. ഇപ്പോൾ അവളോട് പോയി നീ ഞങ്ങളുടെ മകളിലെന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സ് തകർന്നു പോവില്ലേ? ലക്ഷ്മി അമ്മ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ തളർച്ച അവൾ എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല. അത് വിചാരിച്ചാ എൻ്റെ മനസ്സാകെ വേദനിക്കുന്നത്. അപ്പോൾ മഹേന്ദ്ര സാർ പറഞ്ഞു, എനിക്കും നല്ല വിഷമമുണ്ട് ലക്ഷ്മി. എന്നാലും അവളോട് സത്യം പറഞ്ഞല്ലേ മതിയാവൂ. അത് നമ്മുടെ കടമയാണ്. നാളെ ഈ കാര്യമെല്ലാം അവൾ അറിഞ്ഞിട്ട് നമ്മളോട് അവൾ ചോദിക്കുന്നതിന് മുൻപ് അത് നമ്മൾ തന്നെ പറയുന്നതല്ലേ നല്ലത്. നമ്മൾ മേഘയെ ഈ വീട്ടിൽ നിന്നോ ഈ കുടുംബത്തിൽ നിന്നോ ഒരിക്കലും പുറത്താക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അവൾക്ക് ഈ വീട്ടിൽ എന്ത് അവകാശമുണ്ടോ അതേ അവകാശം കൊടുക്കാനല്ലേ പോകുന്നത്.
അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ അവൾ നമ്മുടെ മകളിലെന്ന കാര്യം മാത്രമാണ് അവളോട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ലക്ഷ്മി, ഏട്ടൻ എന്ത് നിസ്സാരമായിട്ടാണ് പറഞ്ഞത്, പക്ഷേ എനിക്കെന്തോ ശരിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവരെയും അന്വേഷിച്ച് ചന്ദ്രിക വന്നു. സാർ, എന്താ ചന്ദ്രികേ? സാർ, കുടിക്കാൻ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് എടുക്കട്ടെ? ഒന്നും വേണ്ട, നീ പോയിട്ട് മേഘയോട് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയൂ. ആ ശരി സാർ. ചന്ദ്രിക അങ്ങോട്ടേക്ക് പോയതും ലക്ഷ്മി അമ്മ മഹേന്ദ്ര സാറിനോട്, ഏട്ടാ, ചന്ദ്രിക നമ്മുടെ മകളാണെന്നുള്ള കാര്യം ചന്ദ്രികയോട് എപ്പോഴാണ് പറയുന്നത്? അപ്പോൾ മഹേന്ദ്ര സാർ, സമയം വരുമ്പോൾ ഉറപ്പായും പറയാം. ഭഗവാൻ അതിനൊരു അവസരം ഉറപ്പായും നമുക്കുണ്ടാക്കി തരും. അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറിച്ച് പറയാം. മേഘ വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ മഹേന്ദ്ര സാറ് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ പറയാൻ വളരെ നിർബന്ധിതനായതുകൊണ്ടാണ് ഇത് പറയുന്നത്. മറ്റൊരു ഉദ്ദേശവും ഇല്ല. നിന്നെ വിഷമിപ്പിക്കാനല്ല മോളെ ഇത് പറയുന്നത്. അപ്പോൾ മേഘ, മുഖപുരയില്ലാതെ കാര്യം പറയാച്ചാ. അയാൾ സങ്കടം കടിച്ചു പിടിച്ച് പറയുകയാണ്, മേഘ, നീ ഞങ്ങളുടെ മകളല്ല മോളെ. ഞെട്ടിത്തരിച്ച് മേഘ. അപ്പോൾ ഇതോടെ അവസാനിക്കുകയാണ്. നാളെ നല്ലൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ.